സ്വന്തം അനുഭവമാണ്. കാരണം ഒരു പ്രമുഖ ചാനലിലാണ് ഞാൻ ഇന്റേൺഷിപ്പിന് വേണ്ടി ചെന്നത്. ന്യൂസ് റീഡിംഗ് ആയിരുന്നു. അപ്പം അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ട് ഞാൻ ആകെപ്പാടെ ഒന്ന് വിരണ്ടിരിക്കുന്ന സമയമാണ്. ആദ്യമേ തന്നെ ക്യാമറാമാൻ പറയുന്നത് ഇതിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കണമെങ്കിൽ ഞാൻ എന്തോരം ലൈറ്റ് വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മളുടെ ഉള്ള കോൺഫിഡൻസ് കൂടി അവിടെ പോവാണ്. ആകെപ്പാടുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അവിടെ ഒരു സൗന്ദര്യം വലിയൊരു മാനദണ്ഡമായിട്ട് മനസ്സിലാക്കിയിരുന്നില്ല ഞാൻ. ആദ്യം കേൾക്കുന്നത് ഈ ഒരു ഡയലോഗാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ശരിക്കും നെഗറ്റീവായി അവിടെ. അതിനുശേഷം അതിൻ്റെ എഡിറ്റർ വന്നപ്പോൾ പുള്ളിക്ക് എൻ്റെ വായനയ്ക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം പുള്ളി എന്നോട് പറഞ്ഞത് ചുമ്മാ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഫേഷ്യലൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. ഇതിപ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി നിന്നെ ഒച്ച മാത്രം കൊള്ളാം, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്കുണ്ടാവുന്ന ആ ഒരു നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരുന്ന എല്ലാ ഊർജ്ജവും അവിടെ ചോർന്നു പോവുകയാണ്. കലാമണ്ഡലം സത്യഭാമ, ഈ പേര് ഇന്ന് അറിയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കാം. RLV രാമകൃഷ്ണന് കറുത്ത നിറമാണെന്നും അല്ലെങ്കിൽ മോഹിനിയാട്ട കലാകാരന്മാർ കറുത്ത നിറമുള്ളവർ കളിക്കാൻ പാടില്ല എന്ന സൗന്ദര്യ സങ്കല്പമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കലാമണ്ഡലം സത്യഭാമ ആദ്യം കുറച്ച് വൈറലാകുന്നത്. ഞാനും ആ ഒരു വൈറൽ ഇൻ്റർവ്യൂയുടെ ഭാഗമാണ്. ഞാനും ആദ്യ ദിവസം തന്നെ അവരെ ഇൻ്റർവ്യൂ ചെയ്യുകയും നിരവധി സ്ഥലങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു അഭിമുഖം എടുക്കുകയും ചെയ്തു. സത്യത്തിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ചിന്തിക്കുമ്പോൾ സത്യത്തിൽ ഈ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ അടുത്ത കാലത്ത് മല്ലിക സുകുമാരനുമായി ബന്ധപ്പെട്ടൊരു വിവാദവും വന്നിട്ടുണ്ട്. അവർ പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് സൗന്ദര്യം പലയിടങ്ങളിലും മാനദണ്ഡമാകുന്നു എന്നുള്ള ഒരു കാര്യം, അത് സത്യമല്ലേ എന്നുള്ളൊരു പുനർചിന്ത വന്നു. എന്ത് തോന്നുന്നു അതിന്? അതെ, സംഗതി സത്യഭാമ പറയുന്നത് പലതും പൊട്ടത്തരങ്ങളാണെന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ അതിന് ചിന്തിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അവർ നിറത്തിൻ്റെ കാര്യമാണ് പ്രധാനമായും പറയുന്നത്. കറുത്ത നിറത്തിലുള്ള പുരുഷന്മാർ മോഹിനിയാട്ടം ചെയ്യുന്നതിനോട് അവർക്ക് താല്പര്യമില്ല, അതൊരു അഭംഗിയാണ് എന്നാണ് സംസാരിക്കുന്നത്. മോഹിനിയാട്ടം ചെയ്യുന്നതിനോട് മാത്രമല്ല, കറുത്ത നിറത്തിന് വർണ്ണവിവേചനം ഇല്ല ഈ കാലഘട്ടത്തിൽ എന്ന് പറയുന്ന സമയത്തും അത് പ്രത്യക്ഷമായി അല്ലെങ്കിൽ പോലും പലർക്കും നേരിടേണ്ടി വരുന്ന കാര്യം എന്താണ്? നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുക എന്നുള്ളത്. ഞാൻ തന്നെ ആയാലും ഞാൻ വീഡിയോയിലേക്ക് വരുന്നത് ന്യൂസ് റീഡിംഗ് ആൻഡ് കമ്പയറിംഗ് പഠിച്ചതിന് ശേഷമാണ് ഞാൻ വരുന്നത്. സ്വന്തം അനുഭവമാണ്. സ്വന്തം അനുഭവമാണ്. കാരണം ഇത് വന്ന സമയത്ത്, അതായത് സത്യഭാമ ടീച്ചറിന്റെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ അവർക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട വ്യക്തിയാണ്, അതിനെ വിമർശിച്ചതാണ്. പക്ഷേ എങ്കിൽ തന്നെയും ഞാനും ഒന്ന് ആലോചിച്ച്, ഇത് ഈ ഒരു നിറത്തിന്റെ പേരിൽ ഒരു വിവേചനം ഞാനും അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാനിതുപോലെ എൻ്റെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ന്യൂസ് റീഡിംഗ് ആൻഡ് ആങ്കറിംഗ് കോഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ അത് ചെയ്തതിന് ശേഷം ഞാനൊരു പ്രമുഖ ചാനലിലാണ് ഇന്റേൺഷിപ്പ്. എത്ര വർഷങ്ങൾക്ക് മുൻപാണ്? ഒരു 15 വർഷത്തിന് മുമ്പാണ്. അടുത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനൊരു പ്രമുഖ ചാനലിലാണ് ഞാൻ ഇന്റേൺഷിപ്പിന് വേണ്ടി ചെന്നത്. അതായത് മലയാളത്തിൽ ഇന്നുള്ളതിൽ മുഖ്യധാരയുള്ള ഒരു ചാനലിലേക്ക് തന്നെയാണ് ഞാൻ ചെന്നത്. അപ്പോൾ അവരെന്നോട് സംസാരിച്ചു. അവർക്ക് ഞാൻ എൻ്റെ സംസാര രീതിയും ഉച്ചാരണ ശുദ്ധിയും അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. എടുക്കാമെന്നൊക്കെ പറഞ്ഞ് സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് വിളിച്ചു. ന്യൂസ് റീഡിംഗ് ആയിരുന്നു. സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടി വിളിച്ച സമയത്ത് നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ചാനലിൽ ചെല്ലുന്നത്. അപ്പം അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ട് ഞാൻ ആകെപ്പാടെ ഒന്ന് വിരണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആദ്യമേ തന്നെ ക്യാമറാമാൻ പറയുന്നത് ഇതിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കണമെങ്കിൽ ഞാൻ എന്തോരം ലൈറ്റ് വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മളുടെ ഉള്ള കോൺഫിഡൻസ് കൂടി അവിടെ പോവാണ്. ആകെപ്പാടുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അവിടെ ഒരു സൗന്ദര്യം വലിയൊരു മാനദണ്ഡമായിട്ട് മനസ്സിലാക്കിയിരുന്നില്ല ഞാൻ. പക്ഷെ പിന്നെ അതിനുശേഷം ഒരു ഡയലോഗാണ് ആദ്യം കേൾക്കുന്നത് ഈ ഒരു ഡയലോഗാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ശരിക്കും നെഗറ്റീവായി അവിടെ. അതിനുശേഷം അതിൻ്റെ എഡിറ്റർ വന്നു, പുള്ളി സംസാരിച്ച് ന്യൂസ് തന്നു. അന്നൊക്കെ പേപ്പറിൽ എഴുതി പ്രോംപ്റ്റർ വഴി നമുക്ക് അങ്ങനെയാണ് വായിക്കുന്നത്. പേപ്പർ മാറ്റിയാണ് വായിക്കുന്നത്. അപ്പോൾ തന്നു, വായിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പുള്ളിക്ക് എൻ്റെ വായനയ്ക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം പുള്ളി എന്നോട് പറഞ്ഞത് സുമ നന്നായിട്ടൊക്കെ വായിക്കുന്നുണ്ട്, സുമ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഫേഷ്യലൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. കാരണം നമുക്ക് TV-യിലൊക്കെ കാണുന്ന സമയത്ത് കുറച്ച് ഫെയർ ആയിട്ട് ഭംഗിയായിട്ടൊക്കെ ഇരിക്കണം. ഇതിപ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി നിന്നെ ഒച്ച മാത്രം കൊള്ളാം, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്കുണ്ടാവുന്ന ആ ഒരു നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരുന്ന എല്ലാ ഊർജ്ജവും അവിടെ ചോർന്നു പോവുകയാണ്. ഇത് തന്നെയാണ് സത്യഭാമയും ടീച്ചറും ഉദ്ദേശിച്ചതെന്നാണ്. മീഡിയയിലും അത്തരത്തിലുള്ള ഒക്കെ നിലനിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ട്, ഇപ്പോഴും ഉണ്ടാകാറുണ്ട്. കഴിവൊരു പ്രധാന മാനദണ്ഡം തന്നെയാണ്. കഴിവുണ്ടായിരിക്കണം. ഇപ്പൊ കുറച്ച് വെളുപ്പുള്ളത് കൊണ്ടോ സൗന്ദര്യമുള്ളത് കൊണ്ടോ മാത്രം ഒരാൾക്ക് എങ്ങും എത്തപ്പെടാൻ പറ്റണമെന്നില്ല. കഴിവൊരു മാനദണ്ഡമാണ്. കഴിവൊരു മാനദണ്ഡമായി കണക്കാക്കുന്നതോടൊപ്പം തന്നെയാണ് നിറത്തിനും അതിൻ്റെതായ പ്രാധാന്യം എല്ലാവരും കൊടുക്കും. 2 കുട്ടികൾ ചെല്ലുകയാണ്, അതിൽ ഒരാൾ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഒരല്പം
നിറം മങ്ങിയ അല്ലെങ്കിൽ നല്ല സൗന്ദര്യത്തിൽ ഒരല്പം മോശപ്പെട്ട വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നിറമുള്ളൊരു വ്യക്തി ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ അവർ കൊടുക്കുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മറ്റു കുട്ടികളായിരിക്കും. സ്കൂൾ ലെവലിൽ നമ്മളൊക്കെ അനുഭവിച്ച് വരുന്ന കാര്യങ്ങളാണ്. ഏതൊരു ഫംഗ്ഷൻ വന്നാലും ഇപ്പോൾ അത് മാത്രമല്ല, നമ്മളൊരു കല്യാണത്തിന് പോയെന്നിരിക്കട്ടെ, ഒരു കല്യാണത്തിന് പോകുമ്പോൾ പോയിട്ട് നമ്മൾ ചോദിക്കും പെണ്ണെങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അയ്യോ നല്ല വെളുത്ത് സുന്ദരി കുട്ടിയെന്ന് പറയും. അതല്ലാണ് പറയുന്നെങ്കിൽ അയ്യോ കറുപ്പാണെങ്കിലും സുന്ദരിയാണെന്ന് പറയും. അവിടെ വെളുപ്പാണെങ്കിലും സുന്ദരിയാണെന്ന് ആരും ഉപയോഗിക്കാറില്ല, കറുപ്പാണെങ്കിലും സുന്ദരിയാണ്. ഇത് തന്നെയല്ലേ സത്യഭാമ പറഞ്ഞതും? ഒരു നിറത്തിന്റെ ഒരു വേർതിരിവ് പ്രത്യേകിച്ച് പുള്ളി പറയുകയും ചെയ്തു. അതായത് ഇവർക്ക് നൃത്തം പഠിപ്പിക്കാനോ നൃത്തം അഭ്യസിക്കുന്ന കുട്ടികൾ സ്റ്റേജിൽ കയറി നൃത്തം ചെയ്യുമ്പോൾ ഇവർക്ക് ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങളിൽ ഒന്ന് നിറമാണ്. അതായത് നിറമല്ല, സൗന്ദര്യമാണ്. അതായത് ഈ സൗന്ദര്യം എന്നുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ സത്യഭാമ ടീച്ചറുടെ രീതിയിൽ, അതായത് അവർ പറയുന്നതനുസരിച്ച് അത് വെളുപ്പോ കറുപ്പോ എന്നുള്ളതും കൂടെ കൂട്ടിയെന്നാണ്. സത്യത്തിൽ അത് അവർ പറയുന്നത് കൊണ്ട് നമ്മൾ സൈബർ ആക്രമണമൊക്കെ നടത്തുന്നെങ്കിലും അത് സത്യമാണ് അല്ലെ. സൗന്ദര്യം എന്നുള്ളത് ഒരു കറുത്ത ഒരു കുട്ടി എന്നുള്ളത് ഇപ്പൊ ടീച്ചർ പറഞ്ഞിരിക്കുന്ന, എന്നോട് ആ ഇന്റർവ്യൂവിൽ പറയുന്നൊരു കാര്യമുണ്ട്, കറുത്ത കുട്ടികളെ പരിഗണിക്കുന്നതിന്റെ മുകളിൽ മാത്രമേ വെളുത്ത കുട്ടികളെ പരിഗണിക്കുള്ളതാണോ? തീർച്ചയായും അതാ. ഇപ്പോൾ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, മാറ്റമില്ല ഇപ്പോഴും അങ്ങനെയാണ്, പൂർണ്ണമായും മാറ്റം വന്നിട്ടുണ്ടെന്ന് മാത്രമാണ് ഞാൻ സമ്മതിക്കാത്തത്. മാറ്റം വന്നിട്ടുണ്ട്, പല മേഖലകളിലും പല കറുത്ത നിറത്തിലുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്, നിറം ആര് നോക്കുന്നു എന്നുള്ളതൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കാമെങ്കിൽ തന്നെയും എവിടെയൊക്കെയോ ഇപ്പോഴും നമുക്ക് ആ ഒരു മാറ്റം, ആ ഒരു കറുത്ത നിറത്തോടുള്ള ഒരു വിമുഖത നമുക്കിപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. പൂർണ്ണമായും അത് മാറിയിട്ടില്ല, പറച്ചിലിൽ മാത്രമേ മാറിയിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അന്ന് ഈ ഒരു ചാനലിൽ പോയി ഇങ്ങനെ നേരിട്ടപ്പോൾ എങ്ങനെ എവിടെയൊക്കെ ലൈറ്റ് വെച്ച് വെളുപ്പിക്കണം എന്ന് നേരിട്ടപ്പോൾ, ഈ ഒരു ഡയലോഗ് നേരിട്ടപ്പോൾ ആരോടും പറയാൻ തുനിങ്ങില്ല. ഇല്ല, ഞാൻ അവിടെ പുതിയ ഒരാളാണ്. ഞാനിത് പഠിച്ചതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റുഡിയോയിൽ ചെല്ലുകയാണ്, ഒരു ന്യൂസ് ഫ്ലോറിൽ ഞാൻ ആദ്യമായിട്ട് ചെല്ലുകയാണ്. ഇതെല്ലാം എൻ്റെ പുതിയ അനുഭവങ്ങളാണ്. ഒരുപക്ഷെ അവർ അങ്ങനെ നമ്മൾ കാണുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കാം. വാർത്താ അവതാരകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വളരെ ഭംഗിയുള്ള, കാണുമ്പോഴൊക്കെ നമുക്ക് വളരെയധികം പ്ലീസിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. എങ്കിലും നമ്മളുടെ ഒരു ആഗ്രഹം മൂലമാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതേക്കുറിച്ചൊന്നും വലുതായിട്ട് അറിയത്തില്ല. തിരിച്ച് ഞാൻ വീട്ടിലെത്തിയിട്ട് എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞായിരുന്നു എന്നോട് എവിടെയൊക്കെ ലൈറ്റ്. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. അപ്പോൾ എൻ്റെ അച്ഛനും കറുത്തതാണ്, അമ്മയ്ക്ക് നിറമുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ, ഞാനെപ്പോഴും അച്ഛൻ്റെ മോളാണ്. അപ്പോൾ എനിക്കതിൽ ഭയങ്കര സന്തോഷമുള്ളതാണ്. കറുപ്പ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു അപകർഷതാബോധമൊന്നും കറുപ്പ് എന്നുള്ളൊരു നിറം മാറ്റി അങ്ങനെയാണെങ്കിൽ പോലും വളരെ ചെയ്യാൻ പറ്റും. എനിക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വളരെ ഭംഗിയാണ് ചേച്ചിയെ കാണാൻ എന്നുള്ളത് ഞാൻ പറയേണ്ടി വരും. കാരണം നമുക്ക് മുഖത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. പിന്നെ ഏതൊരു വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള സൗന്ദര്യം ഉണ്ട് എന്നുള്ളത് അതിന്റെ പേരിൽ നമ്മൾ ആരെയും പക്ഷേ എങ്കിലും എനിക്കൊരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. എന്നെ അവരവിടെ എടുത്തിട്ടില്ല. എനിക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ടുള്ള സൗകര്യം അവരോട് ചെയ്തു തന്നായിരുന്നു. ഞാൻ അവിടെ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കി. ഈ ഒരു കാര്യം കൊണ്ടാണ് അവിടെ അവഗണിച്ചതെന്ന് തോന്നുന്നുണ്ടോ? അവഗണിക്കുക എന്നുള്ള, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അവഗണന നേരിട്ടു എന്നുള്ളതല്ല. നമ്മൾ ആദ്യം ചെന്ന സമയത്ത് അതിനുശേഷം എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും. നമ്മൾ വായിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഡ്രസ്സിങ്, ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിലുപരി ഇതിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ ഞാൻ എവിടെയൊക്കെ ലൈറ്റ് വെക്കണം, അത് കേൾക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന മാനസികാവസ്ഥ, അതിപ്പോൾ എനിക്ക് ഈ സത്യഭാമ ഇങ്ങനെ ഒരു പ്രസ്താവന വന്ന സമയത്ത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കറിയാം അതിൻ്റെ വിഷമം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതുപോലെ അവർ തുറന്നു പറഞ്ഞു. അവരെനിക്ക് തോന്നുന്നു അവർക്ക് ഉള്ളിലൊന്നും വെക്കാൻ പറ്റാത്തത് കൊണ്ട് അവരത് തുറന്നു പറഞ്ഞു. പല ആളുകളും ഇന്ന് തുറന്നു പറയാറില്ല. നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ ഒക്കെ പറയും, നമ്മൾ പോകുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ഇത് തന്നെയായിരിക്കും, അയ്യോ ഒരു ഇതിനുണ്ടാവത്തില്ല എടുക്കാനായിട്ട് എന്ന് തന്നെയായിരിക്കും പറയുന്നത്. അതുകൊണ്ട് സത്യഭാമയെ ഞാൻ ഇവരെ പ്രോത്സാഹിപ്പിക്കുകയല്ല, അവർ പറഞ്ഞ പ്രസ്താവനയെ ഞാൻ അതെ, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മളൊക്കെ അവരെ ധാരാളം സൈബർ ആക്രമണത്തിന് അവർ വിധേയായെങ്കിൽ കൂടിയും അതിലും ഒരു വാസ്തവം ഉണ്ട്. സമൂഹം അതും കൂടി ചിന്തിക്കണം. പൂർണ്ണമായും അങ്ങനെ ഒരു വിവേചനം ഇന്നത്തെ കാലത്ത് ഇല്ല, അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാനത് സമ്മതിക്കത്തില്ല. കാരണം അനുഭവസ്ഥയാണ് ഞാൻ. അതുകൊണ്ട് സത്യഭാമയുടെ വാക്കുകളിലും കഴമ്പുണ്ട് എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇപ്പൊ സത്യഭാമ ടീച്ചർ വേറെ പല കാര്യങ്ങൾക്കും കൂടെ ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലാകുന്നുണ്ട്. സത്യത്തിൽ അന്ന് അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും യാഥാർത്ഥ്യം ഒരുപക്ഷെ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ആലോചിച്ച് ചിന്തിച്ച് വരുമ്പോഴായിരിക്കും നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുക. പച്ചയ്ക്ക് പറയുന്നത് പോലെയാണ് പുള്ളി പറഞ്ഞത് അല്ലേ? അതായത് എടുത്തടിച്ച് പച്ചയ്ക്ക് ഇപ്പൊ തന്നെ പറയുക എന്നൊരു ഇതിൽ കിട്ടിയപ്പോൾ അത് നമ്മൾ അങ്ങ് സ്വാഭാവികമായൊരു സ്വീകരണം നമുക്ക് കഴിയില്ല. നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് സ്വാഭാവികമായി നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ തന്നെ സെൽഫായിട്ട് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് സൗന്ദര്യം കുറഞ്ഞു പോയതിനോ അല്ലെങ്കിൽ നമ്മുടെ മുഖ ഷേപ്പ് കൊണ്ടോ അല്ലെങ്കിൽ
ഒരു ചുണ്ട് മര്യാദയ്ക്ക് ഇരിക്കാത്ത ആൾ, അല്ലെങ്കിൽ ഒരു ചെവി കുറച്ച് വിടർന്നിരിക്കുന്ന ആൾ, ഇവരെല്ലാവരും ഒരേ തരത്തിൽ ബോഡി ഷേമിങ് ചെയ്യുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോഴും. ഫോർ എക്സാമ്പിൾ ആ രേണു സുധിയെ തന്നെ എന്തൊക്കെയാണ് പറയുന്നത് അല്ലെ, ആ ഒരു ലേഡിയെ തന്നെ നമ്മൾ വന്നിരുന്നിട്ട് എന്താണ് പല്ലിയെ പോലെ ഇരിക്കുന്നത്, വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യ സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ മുന്നിലിരിക്കുന്ന അവതാരകർ തന്നെ അത്തരത്തിൽ അധിക്ഷേപിക്കുന്ന, വിളിച്ചു വരുത്തി. അതാണ് ഏറ്റവും വലിയ ഒരു ന്യൂനത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഗസ്റ്റ് ആയിട്ട് ഒരാളെ വിളിച്ചു, ഈ മീഡിയ ആണ് ഇരുന്ന് സത്യഭാമയെ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഗസ്റ്റിനെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ സാമാന്യ മര്യാദ, നമ്മൾ വിളിച്ചിട്ടാണ് അവർ വരുന്നത് എന്നുള്ളൊരു ആരിരുന്നാലും കൊടുക്കണം തീർച്ചയായും. പക്ഷെ അതുപോലും ഇല്ലാതെയാണ് ആ സ്ത്രീയെ പല രീതിയിലും പറഞ്ഞ് അപമാനിക്കുന്നത്. പക്ഷെ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വളരെ ബോൾഡായിട്ട് അതിനെല്ലാം മറികടന്ന് പോകുന്ന ആ ഒരു കാര്യത്തിൽ രേണു സുധിയൊക്കെ സമ്മതിക്കണം. അതുപോലെ തന്നെ സത്യഭാമ ടീച്ചർ ഇപ്പൊ എന്തൊക്കെ സൈബർ പുള്ളി തിരിച്ച് വളരെ എന്താണ് പുള്ളിയുടെ അല്ലെങ്കിൽ ഒരു കലാമണ്ഡലം സത്യഭാമ എന്നുള്ളത് നമ്മൾ കാണുന്ന ഒരു സംസ്കാരമുണ്ട്. അതിനപ്പുറത്തേക്കുള്ള മറുപടികളൊക്കെ കൊടുത്തു തുടങ്ങിയതായിട്ടാണ് നമ്മളിപ്പോ കാണുന്നത്. ഇടയ്ക്ക് നാഗസൈരന്ദ്രിയുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്, കാണാൻ പോയിട്ടുണ്ട്. നാഗസൈരന്ദ്രി എന്ന് പറയുന്നത് മറ്റേ മലമുകളിൽ താമസിക്കുന്ന ചേച്ചി തന്നെയാണ്. അപ്പം ആ പുള്ളിക്കാരത്തെ കാണാൻ പോയി വളരെ നല്ല രീതിയിലായിരുന്നു അവർ തമ്മിൽ. ചേച്ചി നാഗ ചേച്ചി എന്നല്ലേ പറയാ. നാഗ ചേച്ചി ആക്ച്വലി ഒരു ലൈവ് ഇട്ടാൽ അതിൽ വരുന്നവർക്ക് കുറച്ച്, പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ എത്ര അശ്ലീകരം എന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര തെറ്റായിട്ടുള്ള കമന്റ്സ് ആണ് ഇവർ പറയുന്നത്, ഇവരുടെ വായിൽ ഇവരെന്താ ഇങ്ങനെയുള്ള വൃത്തികേട് സംസാരിക്കുന്നത് പറഞ്ഞാലും ഇവർക്ക് കേൾക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. ആ പരിധി കഴിയുമ്പോഴാണ് ഇവർ പ്രതികരിച്ചു പോകുന്നത്. അത് പ്രതികരിച്ചു പോകുന്നത് ഇനി എനിക്ക് നിന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, നിന്റെയൊക്കെ ചെലവിലല്ലല്ലോ ഞങ്ങൾ ജീവിക്കുന്ന എന്നുള്ള തരത്തിൽ പ്രതികരിച്ചു പോകുന്നതായിരിക്കും. അതുപോലെ ഇദ്ദേഹവുമായി എന്നുള്ളതാണ്. അതെ, അതുപോലെ തന്നെയാണ്. ഇപ്പം ഒരുമിച്ച് കാണാൻ പോയിട്ട് എന്താ സംഭവിച്ചത്? കാണാൻ പോയതിനു ശേഷം ഇവർ തമ്മിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു കോൺവെർസേഷന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് സത്യഭാമ മീഡിയയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വന്ന് തനിക്കെതിരെ വരുന്ന ഓരോ കമന്റ്സും എടുത്തിട്ട് അതിന് ശക്തമായ മറുപടി. അങ്ങനെയാണ് മല്ലികാ സുകുമാരനും ഇതിനിടയിലേക്ക് വിട്ടുപോകുന്നത്. മല്ലികാ സുകുമാരൻ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത്, അതായത് RLV രാമകൃഷ്ണന്റെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഇത് ഒറിജിനൽ ഒന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നൊരു വാക്ക് പറഞ്ഞായിരുന്നു. കാരണം ഈ കലാമണ്ഡലം സത്യഭാമ ടീച്ചറെ മല്ലികാ സുകുമാരൻ നന്നായിട്ട് അറിയാവുന്നതാണ്. അത് വേറെ വ്യക്തിയാണ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് മല്ലികയ്ക്കെതിരെ തിരികുകയും ഇപ്പോൾ അവരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളാണ്. ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ശരിയാണെന്നല്ല, ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. പക്ഷെ തൻ്റെ സ്ഥാനം മറന്നുകൊണ്ട്, തൻ്റെ അധ്യാപികയാണ്, നൃത്ത അധ്യാപികയാണ്, 10 കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് എന്നുള്ളത് മറന്നുകൊണ്ടും തീരെ താഴെ ലെവലിലേക്ക് പോവാണ്. പുള്ളിയുടെ മനസ്സിലൊരു റേഷിസം ഉണ്ടാവും അല്ലെ, അത് തീർച്ചയായും പുള്ളിയുടെ വാക്കുകളിലൊക്കെ അത് പ്രകടമാണ്. പക്ഷെ അവർ പറഞ്ഞു വെക്കുന്ന ആ വലിയൊരു കാര്യം ഇന്നും നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ സുമചേച്ചി പറഞ്ഞ പോലെ അനുഭവസ്ഥരാണ് നമ്മളെല്ലാവരും അല്ലെ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അനുഭവസ്ഥരാണ്. ഇങ്ങനെ നമ്മുടെ നിറവും അല്ലെങ്കിൽ നമ്മുടെ ജാതിയും അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലുമൊക്കെ സംസ്കാരവും ഒക്കെ പറഞ്ഞിട്ടല്ലേ, നമ്മുടെ തൊഴിലോ അല്ലെങ്കിൽ മാതാപിതാക്കളെ കുറിച്ചോ അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നാലും ചില അധിക്ഷേപങ്ങളും വേർതിരിവുകളും ഇന്നുമുണ്ട്. അത് ആദ്യം നമ്മുടെ മുന്നിലുള്ള, നമ്മുടെ കൺമുന്നിലുള്ള പല കാര്യങ്ങളും നമ്മൾ മീഡിയയാണ് ഏറ്റവും കൂടുതൽ, ഞാൻ അടക്കമുള്ള മീഡിയയാണ് ഏറ്റവും കൂടുതൽ സത്യഭാമ ടീച്ചറിനെ വിമർശിച്ചത്. പക്ഷെ ഇതേ മീഡിയയിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ സുമചേച്ചി പറഞ്ഞത് അല്ലെ. അതായത് തനിക്ക് തന്നെ നേരിടേണ്ടി വന്നത് വളരെ പ്രമുഖമായ ഒരു ചാനലിൽ നിന്ന്, പ്രമുഖരായ മാധ്യമപ്രവർത്തകർ വന്നിട്ടുള്ള ഒരു ചാനൽ അല്ലെ, മുഖ്യധാരാ മാധ്യമത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു വേർതിരിവ് നേരിടേണ്ടി വന്നത്. ഒരുപാട് പേര് ഒരുപാട് ഇടങ്ങളിൽ വേർതിരിവ് നേരിടുന്നുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്.